പാലത്തിങ്കല് കടലുണ്ടി പുഴക്ക് മീതെ ഈ കിട്ടുന്ന ഈ ഒരു കോൺക്രീറ്റ് ഭിത്തി ഇത് അധികാരികളുടെ കീശ വീർപ്പിക്കാനോ അതല്ലെങ്കിൽ കോൺട്രാക്ടറുടെ കീശ വീർപ്പിക്കാനോ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഭിത്തി. അപ്പോൾ പൊന്നാരങ്ങന്മാരെ, പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ പാലത്തിങ്കല് കെട്ടുമ്മൽ പ്രദേശത്ത് വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി നിർമ്മിക്കുന്നതാണ് ഈ കാണുന്ന ഈ ഭിത്തി. കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു ഭിത്തി ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു നിർമ്മാണം പുരോഗമിച്ചത്. അപ്പോൾ കെട്ടുമ്മൽ പ്രദേശത്തേക്ക് പോകുന്ന റോഡാണിത്. കെട്ടുമ്മൽ പാലത്തിങ്കൽ ശ്രാമ്പിപ്പള്ളിയാണ് ആ കാണുന്നത്. കെട്ടുമ്മൽ പ്രദേശത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഭിത്തി എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത്? അധികാരികളുടെ പോക്കറ്റ് വീർപ്പിക്കാനോ, അതല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാക്ടറുടെ പോക്കറ്റ് വീർപ്പിക്കാനോ, അതല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭിത്തി നിർമ്മിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഇത്രയും വലിയൊരു മതിൽ കെട്ടിയിട്ട് ഈ ഒരു മതിലിനാകെ ഉപയോഗിക്കുന്ന ഈ 8mm കമ്പിയാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ അടിയിൽ പോയിട്ട് ഇതിന്റെ കോൺക്രീറ്റിന്റെ സ്ഥിതി ഒന്ന് നോക്കിയെന്നാലോ. MLA ആസ്തി ഫണ്ടിൽ നിന്നാണ് ഈ ഒരു ഭിത്തി, കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്നത്. ഏകദേശം ഇതിന്റെ ഫണ്ട് എത്ര എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും ഈ ഒരു കോൺക്രീറ്റ് അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഈ ഒരു കോൺക്രീറ്റ് ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റിന്റെ ഓരോ ഭാഗങ്ങളും പുറത്തേക്ക് കാണുന്ന രീതിയിലും, അതുപോലെ തന്നെ കോൺക്രീറ്റ് കമ്പികൾ ഫുള്ളായിട്ട് പുറത്ത് കാണുന്ന രീതിയിൽ തന്നെയാണ് ഇവർ കോൺക്രീറ്റ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ വരി ഫുള്ളായിട്ട് കോൺക്രീറ്റ് നോക്കി, ഇതാണ് കോൺക്രീറ്റ്. ഓക്കെ, കണ്ടാ, ഇതാണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞ സംഗതി. കണ്ടാ ഇതിലെങ്കിൽ ഇതാണ് കോൺക്രീറ്റ്. കണ്ടാ, നിങ്ങൾ പറഞ്ഞ കോൺക്രീറ്റ് ആണിത്. ഞാൻ എന്റെ കുഞ്ഞറിലോട്ട് ഇങ്ങനെ ആക്കിയപ്പോൾ കോൺക്രീറ്റ് ചെയ്താ പോണ്. ഇതാണ് വെള്ളത്തിന് തണ്ട ഇടാറിട്ട കോൺക്രീറ്റിന്റെ കോലം. അതിനിപ്പോ ഞാൻ പറഞ്ഞതേക്ക് വെള്ളത്തിന് തടയിടാതിരുന്ന കോൺക്രീറ്റിന്റെ കോലം നമ്മൾ കയ്യച്ച് പോയിട്ട് ഇങ്ങനെ പോരുന്നതാ. അതാ നോക്കി, ഇതാണ് കോൺക്രീറ്റ്. ഈ ഏരിയ ഫുള്ള് അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് വരെ ഇപ്പോൾ ഒരു തേച്ച് വരുന്ന കോൺക്രീറ്റ്. എന്താ നോക്കിയാണ്ടാ, ഇതൊക്കെ എന്ത് കോൺക്രീറ്റാന്നാ പറഞ്ഞത്? നെറ്റിലിത് പോയിട്ട് ഇതിന്റെ കൂട്ടില് എന്താ ഫുള്ളായിട്ട് ഇങ്ങനെ പോരുതാ. ഇത് വാർത്ത്, ഇതിപ്പോ മേലെ വാർത്തിക്കണം. അടിയുള്ള കോൺക്രീറ്റ് ഇങ്ങനെ പോയിട്ടുണ്ടില്ലേ? ആ, അപ്പൊ തേപ്പിനാ കൊടുത്തല്ല, കോൺക്രീറ്റ് കൊടുത്തല്ല. ആ നോക്കി, സിമെന്റ് തേച്ചാണ് ഒട്ടിച്ചാണ് കോൺക്രീറ്റ് ചെയ്യേണ്ടത് സംഗതി. അതിൽ എത്രയും മോശപ്പെട്ട കോൺക്രീറ്റുകൾ. ഇത് നോക്കി, കമ്പി കല്ല്, ഇത് ഒരാഴ്ച മുമ്പ് ചെയ്ത കോൺക്രീറ്റ് ആണതാ. കണ്ടാ, ഇതിമുള്ള കമ്പി കല്ല് പോയി നോക്കിട്ടാ. കണ്ടാ, ഈ ഒരു ഭാഗം മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഇത് ഫുള്ളായിട്ട് അങ്ങനെ ഇതുപോലെ തേച്ച് കയറിയാണ് ഇത് ഫുള്ളായിട്ട്. അപ്പം ഇതിന്റെ വർക്ക് എടുത്ത അവർക്ക് തന്നെ മനസ്സിലായി ഇത് ഏറ്റവും മോശപ്പെട്ട കോൺക്രീറ്റ് ആണ് നിലവിൽ ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അധികാരികൾ എത്തുന്നതിന് മുമ്പ് അവരതിന്റെ പലക പൊളിച്ചിട്ട് വളരെ വൃത്തിയായിട്ട് അതിന്റെ സെന്റർ ഭാഗം തേക്കാനുള്ള ഒരു പുറപ്പാടില്ല. അപ്പോൾ ഏകദേശം 3/4 ഭാഗം അവർ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടിഭാഗവും മേൽഭാഗവും നിർത്തിയിട്ട് സെന്റർ ഭാഗം മാത്രം തേച്ചിട്ടാണ് ഇവര് നമ്മളെ കണ്ണ് പൊടിയിടാനുള്ള ഒരു പരിപാടിയാണ് ഇവരിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉൾഭാഗമാണിത്. ഉൾഭാഗം തന്നെ ഫുള്ള് വലിയ വലിയ മടകളാണ് കണ്ടത്. കണ്ടാ, പിന്നെ ഇതിമുള്ളത് ഈ 8mm കമ്പിയാണ്. ആകെ ഇതിന് ഉറപ്പുള്ളത്, ആകെ ഇത്രയും വലിയ ഒരു കെട്ടിന്റെ ആകെ ഒരു പവർ കൊടുക്കുന്ന സാധനമാണ് ഈ 8mm കമ്പി. ഈ 2 കമ്പിയാണ് ഇതിലിട്ടിട്ടുള്ളൂ, വേറൊരു സാധനം ഇതിലിട്ടില്ല. പിന്നെ ഇവിടുന്ന് അവിടുന്ന് അതുവരെ മോശപ്പെട്ട കോൺക്രീറ്റ്. ഇതൊക്കെ പോലും തേച്ചതാണ്. ഇതൊക്കെ ഉണ്ടാ തേച്ച് ഒട്ടിച്ചേച്ചാണ് പോവാണ്. കോൺക്രീറ്റ് മോശമായിട്ട് കാണാതിരിക്കാൻ വേണ്ടി തേച്ചതാണ്. പിന്നെ ഈ ഒരു വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് ഇതിന്റെ അധികാരികളോ വേണ്ടപ്പെട്ട ആളുകളോ വേണ്ട രീതിയിൽ എത്താത്തതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വെച്ചാൽ ഈ ഒരു മതിലിന്റെ അടിഭാഗം 1 മീറ്ററും മേൽഭാഗം 8 ഇഞ്ചായിട്ടാണ് പോകുന്നത്. പിന്നെ ഏതൊരു മതിലിന്റെ ഏതൊരു കോൺക്രീറ്റിന്റെ ഏറ്റവും വലിയ ഉറപ്പന്നെയാണ് കമ്പി. അണ്ടാ, ഈ ഒരു കമ്പി ഉണ്ടല്ലെങ്കിൽ ഈ ഒരു കമ്പി ഇപ്പൊ തന്നെ ഏകദേശം റെസ്റ്റ് പിടിച്ച രീതിയിലാണുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ 2ാമത്തെ കമ്പിയാണ് ഈ കാണുന്നത്. ഇതിന്റെ 3ാമത്തെ കമ്പിയാണ് ഈ കാണുന്നത്.
ഇതിൻ്റെ 4ാമത്തെ കമ്പിയാണ് ഈ കാണേണ്ടത്. ഇതിൻ്റെ 5ാമത്തെ കമ്പിയാണ് ഈ കാണേണ്ടത്. ഇതിൻ്റെ 6ാമത്തെ കമ്പിയാണ് ഈ കാണേണ്ടത്. 7ാമത്തെ കമ്പിയാണ് ഈ കാണേണ്ടത്. അപ്പോൾ അത്രയും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫുൾ കമ്പികളും പുറത്താണ്. ആ കാണാനൊക്കെ പോയി തേച്ച് ഒട്ടിച്ചതാണ്. അപ്പം ഈ ഒരു കമ്പി ഇപ്പം തന്നെ ഉണ്ടാ റെസ്റ്റ് പിടിച്ച് ഏകദേശം ആയി തുടങ്ങി. ഒരു പ്രാവശ്യത്തെ വെള്ളം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കമ്പിയും മൊത്തത്തിൽ ഇല്ലാതായി പോകും. അപ്പം കമ്പിൻ്റെ പവർ ഏകദേശം 1 കൊല്ലം കൊണ്ട് കഴിയും. പിന്നെയുള്ള ഈ കോൺക്രീറ്റാണ്. അണ്ടാ ഈ കോൺക്രീറ്റ് അതിനേക്കാൾ വലിയ മോശമാണ്. അണ്ടാ ഇതിപ്പോൾ ഏകദേശം 2 ആഴ്ച ഇപ്പം തന്നെ ഇടിഞ്ഞിങ്ങനെ പോരുന്നുണ്ടാ. അത്രയും മോശപ്പെട്ട രീതിയിലാണ് കോൺക്രീറ്റ് തന്നെ. 2 ആഴ്ച ആയ കോൺക്രീറ്റാണ് ഇടിഞ്ഞിങ്ങനെ പോരുന്നത്. അണ്ടാ അപ്പം അത്രയും മോശമാണ് ഇവിടുന്ന് ഔട്ടേ വരെ. അതുപോലെ തന്നെ ഈ ഒരു സ്ലാബിൻ്റെ മുകൾ ഭാഗം ഏകദേശം ഇപ്പോൾ 1.5 അടിക്ക് മേലെ വീതിയുണ്ട്. ഈ 1.5 അടി മേലെ വീതി വരുന്ന സ്ലാബ് ഉണ്ടാ ഇപ്പം തന്നെ നിലവിൽ ഒരു പൊട്ടൊട്ടിക്കണണ്ടാ. വലിയ രീതിയിൽ തന്നെ നല്ലൊരു പൊട്ടാണ് പൊട്ടിയിട്ടുള്ളത്. ഈ ഒരു പൊട്ട് ഇതിൻ്റെ അടിഭാഗത്ത് വരെ ഫുള്ളായിട്ട് പോകുന്നുണ്ട്. കണ്ടില്ലേ, ആ ലാസ്റ്റ് വരെ പൊട്ടൊട്ടിക്കിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ പുറം ഭാഗത്തേക്കാണ് ഈ ഒരു പൊട്ട് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നേരെ അടിയിൽ വന്നിട്ട് ഇവിടെ വരെ കണ്ടാ. ഇതിൻ്റെ 3ാമത്തെ ലെയർ വരെ കണ്ടാ, ഇത് വരെ ഇതിൻ്റെ ഫൗണ്ടേഷൻ വരെ ഇതിന് പൊട്ടാണ്. കണ്ടാ, അതായത് ഏറ്റവും മുകൾ മുതൽ തുടങ്ങിയിട്ട് പൊട്ട് കണ്ടില്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വരെ വന്ന് ഏകദേശം ഇതിൻ്റെ ഫൗണ്ടേഷനാണിത്. കണ്ടാ, ഫൗണ്ടേഷൻ വരെ ഇതിന് പൊട്ട. അപ്പോൾ പൊന്നാര ചങ്ങന്മാരെ, അപ്പോൾ വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിർമ്മിക്കുന്നത്? ജനങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ വെള്ളം കൂടുന്ന സമയത്ത് മീനുകൾക്ക് ഒളിച്ച് താമസിക്കാനുള്ള മാളങ്ങളാണോ? അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളപ്പൊക്കത്തിൽ കുത്തിമറിഞ്ഞ് താഴെ വീണിട്ട് ഇതിനേക്കാൾ വലിയൊരു മുതൽ വീണ്ടും പാസ്സാക്കി അതിൽ നിന്ന് പണം അടിച്ച് മാറ്റാനാണോ? ഞാനിത് പറയാൻ കാരണം 2 ആഴ്ച മുമ്പാണ് ഇലക്ഷൻ നടന്നത്. ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും അതിരാവിലെ നമ്മളെ വീട്ടിൽ എത്താറുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനൊരു വർക്ക് നടന്നിട്ട് ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വരെ ഇതുവരെ അവിടെ എത്തി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം.